ഈ കൊച്ചുകുട്ടിക്ക് ബീച്ചിൽ നിന്ന് ഒരു വാച്ച് കിട്ടുന്നു. അതെടുത്ത് കയ്യിൽ കെട്ടി നോക്കുന്നു. കറക്റ്റ് ആ ടൈമിൽ അവളുടെ ചേട്ടൻ വന്ന് തണ്ണിമത്തൻ കഴിച്ചിട്ട് അതിന്റെ വിത്ത് അവളുടെ ഫേസിലേക്ക് തുപ്പുന്നു. അതിനുശേഷം അവൾ ആ വാച്ചിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്തതും അപ്പോൾ നടന്ന അതേ സംഭവം വീണ്ടും വീണ്ടും നടക്കുന്നു. ഓരോ പ്രാവശ്യം അവൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും 10 മിനിറ്റ് പുറകിലേക്ക് പോകുന്നു. അത് വെച്ച് അവൾ തന്റെ ചേട്ടൻ വിത്ത് തുപ്പുമെന്ന് നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഇങ്ങനെ ഒരു മാജിക്കൽ വാച്ച് കിട്ടിയതും അവൾ എക്സാമിൽ ഒത്തിരി മാർക്ക് വാങ്ങുന്നതിനായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കി ടൈം റിവേഴ്സ് ചെയ്ത് പുറകിലേക്ക് വരുന്നു. എന്നിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ അത് മാത്രം പഠിച്ചിട്ട് വന്ന് എക്സാമിൽ ഒത്തിരി മാർക്ക് വാങ്ങുന്നു. പക്ഷെ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം ചെയ്തത് കൊണ്ട് ഇവൾക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കൂടെ പഠിക്കുന്നവരെല്ലാം അതേ ഏജിൽ തന്നെ നിൽക്കുന്നു. ആ വാച്ച് കാരണം 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ അവൾ വലിയ കുട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ ആ വാച്ച് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ച് ഒരു ബോക്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ വാച്ച് യൂസ് ചെയ്യാതെ നോർമലായി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ അച്ഛൻ കാർ ആക്സിഡന്റിൽ മരിക്കുന്നു. അത് അവൾക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് അച്ഛനെ തിരികെ കൊണ്ടുവരുന്നതിനായി ആ ആക്സിഡന്റ് നടക്കാതെ തടയണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി ഇത്രയും വർഷം ഒളിപ്പിച്ചു വെച്ചിരുന്ന വാച്ച് എടുത്ത് കയ്യിൽ കിട്ടുന്നു. അതിനുശേഷം 12 മണിക്കൂർ പുറകിലേക്ക് പോയി അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം ഇവൾ ശ്രമിക്കുമ്പോഴും അവൾക്കത് തടയാൻ കഴിയുന്നില്ല. അവസാനം ഒരു സൈക്കിളും എടുത്ത് അച്ഛനെ ഫോളോ ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു കാർ വന്ന് ഇവളെ ഇടിച്ച് ഇവൾ വീഴുന്നു. അതിനുള്ളിൽ അച്ഛൻ ആക്സിഡന്റ് നടക്കുന്നു. എന്നാലും 500 പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് തന്നെ ചെയ്ത് ഒരു വിധത്തിൽ അവൾ അച്ഛനെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിക്കുന്നു. പക്ഷേ ഇവൾ ഒത്തിരി പ്രാവശ്യം പുറകിലേക്ക് വന്നതുകൊണ്ട് അവളുടെ വയസ്സ് കൂടുന്നത് പോലും അറിയാതെ അച്ഛനെ മാത്രം ചിന്തിച്ചുകൊണ്ട് രക്ഷിക്കുന്നു. അവസാനം കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ അച്ഛനേക്കാൾ പ്രായം കൂടുതലായി ഒരു മുത്തശ്ശിയെ പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് പാരന്റ്സിന് പോലും അവളെ തിരിച്ചറിയാൻ കഴിയാതാവുന്നു.